നമസ്കാരം. അന്താരാഷ്ട്ര നയതന്ത്ര ലോകത്ത് അഭൂതപൂർവമായ ഒരു നീക്കത്തിലൂടെ വീണ്ടും ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ തനിക്കയച്ച സ്വകാര്യ സന്ദേശത്തിൻ്റെ സ്ക്രീൻഷോട്ട് തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ പരസ്യമാക്കിയാണ് ട്രംപ് വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നത്. എന്തായിരുന്നു ആ സന്ദേശത്തിൽ? സിറിയ, ഇറാൻ തുടങ്ങിയ വിഷയങ്ങളിൽ അമേരിക്കയുമായി ഫ്രാൻസ് യോജിക്കുന്നുണ്ടെങ്കിലും ഗ്രീൻലാൻഡ് ഏറ്റെടുക്കാനുള്ള ട്രംപിൻ്റെ നീക്കത്തെ മാക്രോൺ ഇതിൽ ശക്തമായി ചോദ്യം ചെയ്യുന്നു. എൻ്റെ സുഹൃത്തെ, ഗ്രീൻലാൻഡിൻ്റെ കാര്യത്തിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് മാക്രോൺ കുറിച്ചത്. അതോടൊപ്പം തന്നെ ഡാവോസ് ഉച്ചകോടിക്ക് ശേഷം പാരീസിൽ വെച്ച് ഒരു പ്രത്യേക G7 യോഗം വിളിക്കാമെന്നും അതിലേക്ക് യുക്രൈൻ, ഡെൻമാർക്ക്, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളെ ക്ഷണിക്കാമെന്നും മാക്രോൺ നിർദ്ദേശിക്കുന്നുണ്ട്. പാരീസിലെ ഒരു ഡിന്നർ ക്ഷണത്തോടെയാണ് ആ സന്ദേശം അവസാനിക്കുന്നത്. എന്നാൽ ഈ സന്ദേശം പരസ്യമാക്കിയതിന് പിന്നിൽ വലിയൊരു രാഷ്ട്രീയ സമ്മർദ്ദതന്ത്രമുണ്ട്. ഗാസയിലെ സംഘർഷം അവസാനിപ്പിക്കാൻ ട്രംപ് രൂപീകരിച്ച ബോർഡ് ഓഫ് പീസ് എന്ന സമിതിയിൽ ചേരാൻ ഫ്രാൻസ് വിസമ്മതിച്ചിരുന്നു. ഇതിൽ ക്ഷുഭിതനായ ട്രംപ് ഫ്രഞ്ച് വൈനുകൾക്കും ഷാമ്പെയിനുകൾക്കും മേൽ 200% നികുതി ഏർപ്പെടുത്തുമെന്ന് ഭീഷണി മുഴക്കിക്കഴിഞ്ഞു. മാക്രോൺ ഉടൻ തന്നെ സ്ഥാനമൊഴിയും, ആർക്കും അദ്ദേഹത്തെ ആവശ്യമില്ല എന്ന പരിഹാസവും ട്രംപ് ഇതിനോടൊപ്പം ചേർത്തു. യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വ്യാപാര യുദ്ധത്തിൻ്റെ തുടക്കമാണ്. ഗ്രീൻലാൻഡിനെ വിട്ടുനൽകാൻ വിസമ്മതിച്ച ഡെൻമാർക്കിനെയും അവരെ പിന്തുണച്ച ഫ്രാൻസ് ഉൾപ്പെടെയുള്ള 8 യൂറോപ്യൻ രാജ്യങ്ങളെയും സാമ്പത്തികമായി തളർത്താനാണ് ട്രംപിൻ്റെ ശ്രമം. ഫെബ്രുവരി 1 മുതൽ ഈ രാജ്യങ്ങൾക്കുമേൽ അധിക നികുതി നിലവിൽ വരും. ഇത്തരം ഭീഷണികൾക്ക് മുന്നിൽ വഴങ്ങില്ലെന്നും പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റം അംഗീകരിക്കില്ലെന്നുമാണ് മാക്രോണിൻ്റെയും മറ്റ് യൂറോപ്യൻ നേതാക്കളുടെയും നിലപാട്. ഒരു രാഷ്ട്രത്തലവൻ മറ്റൊരു രാഷ്ട്രത്തലവന് അയച്ച സ്വകാര്യ നയതന്ത്ര സന്ദേശം പരസ്യപ്പെടുത്തിയത് ലോകരാജ്യങ്ങൾക്കിടയിലുള്ള വിശ്വാസത്തെ ബാധിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അമേരിക്കയും യൂറോപ്പും തമ്മിലുള്ള ഈ പോര് വരും ദിവസങ്ങളിൽ കൂടുതൽ കടുക്കുമെന്ന് ഉറപ്പാണ്. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.